ഹായ് ഹലോ കുട്ടികളെ, നമ്മൾ നോക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഫ്രേസൽ വെർബിനെ കുറിച്ചാണ്. അപ്പോൾ ഫ്രേസൽ വെർബ് എന്താണ്? ഒരു വെർബിൻ്റെ കൂടെ പ്രൊപ്പോസിഷനോ അല്ലെങ്കിൽ എന്തോ ആഡ് വെർബോ ചേർക്കുമ്പോൾ നമുക്കൊരു പുതിയ വേർഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു പുതിയ അർത്ഥം കിട്ടും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഫ്രേസൽ വെർബ് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഫ്രേസൽ വെർബ്. അപ്പോൾ ഒരു വെർബിൻ്റെ കൂടെ ഒരു പ്രൊപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ് വെർബോ കൂട്ടിച്ചേർക്കുമ്പോൾ പുതിയൊരു വേർഡ് കിട്ടി, അതിനെ നമ്മൾ എന്തോ പറയുന്നു? ഫ്രേസൽ വെർബ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ 11 ഫ്രേസൽ വെർബുകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ നോക്കുമ്പോൾ ടേൺ അബൌട്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ടേൺ അബൌട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ശത്രുവിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫേസ് എന്ത് ചെയ്യുന്നു? ടേൺ അബൌട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്താണ്? നമ്മൾ ടേൺഡ് ഫേസ് അവേ, നമ്മൾ ആ ഫേസ് പയ്യെ അങ്ങ് മാറ്റി. അതാണ് എന്തെന്ന് പറയുന്നത്? ടേൺ അബൌട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുന്നത് ടേൺ എഗെയിനിസ്റ്റ്. ടേൺ എഗെയിനിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്താണ് നമ്മൾ എഗെയിനിസ്റ്റ് ആയി. അപ്പോൾ എന്താണ്? ബിക്കം അൺഫ്രണ്ട്ലി, അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു ശത്രുത മനോഭാവത്തോടുകൂടി എന്താണ് നമ്മൾ അതിന് എഗെയിനിസ്റ്റ് ആയിട്ട് മാറിപ്പോയി. അടുത്തത് പറയുന്നത് എന്താണ്? ടേൺ ബാക്ക്. ടേൺ ബാക്ക് എന്ന് വെച്ചാൽ നിർത്തിയിട്ട് പോടെ, റിട്രീവ്. ഞാൻ പറയില്ല, റിട്രീവ് ചെയ്ത് പോവുക, പിൻവാങ്ങി പോവുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടേൺ ബാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതോ ടേൺ ഡൗൺ. എന്താണ്? ആ പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്തു, ടേൺ ഡൗൺ ചെയ്തു. ആ പ്രൊപ്പോസൽ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു, ടേൺ ഡൗൺ ചെയ്തു. ഇനി ടേൺ ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്? കയറി വാ, ടു എൻ്റർ, അല്ലെങ്കിൽ എന്താണ്? ടു ഗോ ടു ബെഡ്. ഇതിനെയാണ് എന്താണെന്ന് പറയുന്നത്? ടേൺ ഇൻ എന്ന് പറയുന്നത്. ടു എൻ്റർ, അത് തന്നെ നമുക്ക് മനസ്സിലാവും. ടേൺ ഇൻ എന്ന് വെച്ചാൽ എന്താണ്? ടു എൻ്റർ. ഇനി ടേൺ ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻറ്റു. അതിനെ മാറ്റി മറിക്കുക. എന്താണ്? ടേൺ ഇൻറ്റു മീൻസ് ചേഞ്ച് ഇൻറ്റു. ടേൺ ഇൻറ്റു മീൻസ് ചേഞ്ച് ഇൻറ്റു. ഇനി ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്ത് പ്രവർത്തനം നിർത്തി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടേൺ ഓഫ് എന്ന് പറയുന്നത്. പ്രവർത്തനം നിർത്തിയതാണ് സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്. ഇനി ടേൺ ഓൺ ആണെങ്കിലോ? സ്വിച്ച് ഓൺ. ടേൺ ഔട്ട് ആണെങ്കിലോ? പ്രൊഡ്യൂസ് സംതിങ്. ടേൺ ഔട്ട്, നമ്മളന്ന് വേറൊരു സംതിങ് എന്തോ പ്രൊഡ്യൂസ് ചെയ്തു. അതിനാണ് എന്തെന്ന് പറയുന്നത്? ടേൺ ഔട്ട് എന്ന് പറയുന്നത്. ടു അറ്റൻഡ്, അല്ലെങ്കിൽ എന്താണ്? ഹാജരാക്കുക. ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ടേൺ ഔട്ട് എന്ന് പറയുക. പ്രൊഡ്യൂസ് സംതിങ് അല്ലെങ്കിൽ ടു അറ്റൻഡ്. അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു അർത്ഥം കണ്ട. അതിൽ മാത്രമാണ് നമുക്ക് ഒരു വ്യത്യസ്തത കണ്ടുകൊണ്ട്. ടേൺ ഔട്ട് മീൻസ് പ്രൊഡ്യൂസ് സംതിങ്, അല്ലെങ്കിൽ ടു അറ്റൻഡ്, ഹാജരാക്കുക. ഇതാണ്. ഇനി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ്സിൻ്റെ ടേൺ ഓവർ കൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. അതാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇനി ടേൺ അപ്പ് എന്ന് പറയുമ്പോഴോ? എത്തിച്ചേരുക. എത്തിച്ചേരുക, ടേൺ അപ്പ്. അല്ലെങ്കിൽ ടുക്കപ്പ്, പ്രത്യക്ഷപ്പെടുക. ടേൺ അപ്പ് മീൻസ് എത്തിച്ചേരുക. ടേൺ അപ്പ് എത്തിച്ചേരുക, ടുക്കപ്പ് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഇതിൽ 2-3 മാത്രമേ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത് തന്നെ ഊഹിച്ച് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കണക്കുള്ള ഈ ടേൺ അപ്പോ അല്ലെങ്കിൽ എന്താണ് ടേൺ ഓവറോ ടേൺ ഔട്ടോ, ഇതൊക്കെ നമ്മൾ പ്രത്യേകം നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ 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 ബൈ.